നമസ്തേ പ്രിയ സുഹൃത്തുക്കളെ. വിഷയം ഓണമാണ്. വളരെ ലളിതമായൊരു ചോദ്യവും അതിന് വളരെ ലളിതമായൊരു ഉത്തരവും. ഈ ഓണം ഉണ്ടാവാനുള്ള കാരണമായിട്ട് പറയുന്നത് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി അദ്ദേഹം വരുന്ന ദിവസമാണ് ഓണം. അപ്പം എല്ലാവരും ഇതിൻ്റെ ഒരു പോയിൻ്റ് എടുത്ത് പൊതുവെ കുത്തിക്കലക്കാറുണ്ട്. അതായത് പ്രത്യേകിച്ച് കഥയിൽ ചോദ്യമില്ലെന്നുണ്ടെങ്കിലും പക്ഷേ ഒരു ഹിന്ദു ആചാരം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഉത്സവം എന്നുള്ള ആഘോഷ ആചാരം എന്നുള്ള നിലയിൽ നിൽക്കുമ്പം അതിനെ കളിയാക്കാൻ താല്പര്യമുള്ളവർ അവർ ഏതിലും സരസത കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലുള്ളവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ പറയുന്നൊരു വിഷയമാണ് വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ചു. ഉടനെ വലുതായി. അതിന് ശേഷം ആദ്യത്തെ പാദം കൊണ്ട് ഭൂമി അളന്നു, രണ്ടാമത്തെ പാദം കൊണ്ട് ആകാശം അളന്നു, മൂന്നാമത്തെ പാദം ശിരസിൽ വെച്ചു. അപ്പോൾ ഈ ആകാശവും ഭൂമിയും അളന്നു. എന്നിട്ട് എന്തുകൊണ്ട് തൊട്ടടുത്ത തമിഴ്നാടും മറ്റ് ഭൂമിയുടെ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ രാജ്യങ്ങളും അറിഞ്ഞില്ല? ആകാശം അളഞ്ഞതും ആരും അറിയാഞ്ഞെന്തുകൊണ്ടാണ്? അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അവരുമൊക്കെ ഇത് ഓണം ആഘോഷിച്ചില്ലായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. സത്യം പറയട്ടെ, ആ പദം ഇങ്ങനെയായിരുന്നു: ആദ്യത്തെ പാദം കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ പാദം കൊണ്ട് മാനവും. ഇത് രണ്ടും നഷ്ടപ്പെട്ട ആൾക്ക് പിന്നെ ശിരസ് കാണിച്ചു കൊടുക്കുക എന്നുള്ള അർത്ഥമുള്ളൂ. ആകാശം എന്ന പദത്തിന് മാനം എന്നുകൂടി അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല, തൃക്കാക്കര ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടാണോ ഓണാഘോഷമുള്ളത്. ആ ആഘോഷത്തിൽ പറയപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളും, പാതാളമടക്കം എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ തൃക്കാക്കര ക്ഷേത്രത്തിൽ പോയി അവിടെ ഉള്ളവരോട് ചോദിച്ചാൽ, ആ ചുറ്റുവട്ടത്ത് അവിടെയുള്ളവർക്ക് ചിലപ്പോൾ അറിയാൻ കഴിയില്ലെങ്കിൽ പോലും ആ ചുറ്റുവട്ടത്തുള്ളവരോട് ചോദിച്ചാൽ കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട കഥകളിൽ കിട്ടും. എങ്കിലും ഈ കഥയിലെ ഏറ്റവും ശക്തമായ ഭാഗം ഭൂമി, ആകാശം, ശിരസ്, അതായത് പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തി. ഇതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ആകാശം എന്നുള്ള പദമല്ല അതിൽ ഉപയോഗിച്ചിരുന്ന മാനം എന്ന പദമാണ്. പക്ഷേ മാനം എന്ന പദം ഒരു സുഖകരമല്ലാത്തതുകൊണ്ട് പിന്നീട് ആകാശമാക്കി കളിയാക്കപ്പെടുന്നതാണ്. യഥാർത്ഥത്തിൽ ഭൂമി സ്വന്തമാക്കി വാമനൻ. അതിനുശേഷം മഹാബലിയുടെ ഏറ്റവും പ്രശസ്തമായ കാര്യം മാനമായിരുന്നു, അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികളുടെ മാനമായിരുന്നു. അപ്പം നല്ലൊരു ദിനം ആശംസിക്കുന്നു.